കാലം മുതലേ എല്ലാവരും ഉണ്ടാക്കി വരണ ഒരു നാടൻ അവൽ നനച്ചതുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കുക, കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൽ നനച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചുവന്ന അവിലാണ് എടുക്കുന്നത്. മട്ട അരിയുടെ അവിലാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അവലെടുക്കാം കേട്ടോ. ചുവന്ന അവലാണെങ്കിലും ഇത് നല്ല തിന്നായിട്ട് പരന്ന രീതിയിലുള്ള അവലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ശർക്കര പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത ശേഷം കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും ഇതിൽ നന്നായിട്ട് അവലിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ ചേർക്കണ സമയത്ത്. കട്ടിയുള്ള അവലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പയിൽ അവലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഉടനെ തന്നെ ഡ്രെയിൻ ചെയ്ത് കളയുക. അതിനുശേഷം ബാക്കി ഈ നമ്മുടെ ചാനലിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. മധുരം നോക്കിയ സമയത്ത് ലേശം കുറവുള്ള പോലെ തോന്നി. അത് കാരണം 2 ടീസ്പൂൺ ശർക്കര കൂടെ ചേർക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് ഒരു തവണ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാൽ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത്. അതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10-15 മിനിറ്റ് അത്ര മതി. അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് സെറ്റാവും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെയാണോ ഉണ്ടാക്കാറുള്ളത് അതോ വേറെ രീതിയിലാണോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതുപോലെ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം.